ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും അല്പസമയം ധ്യാനിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിക്കോദെമോസ് എന്നു പേരുള്ളൊരു പള്ളിപ്രമാണി രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ പോയ വിവരം നമുക്ക് കാണുവാൻ കഴിയും. യേശു ദൈവത്തിൻ്റെ ഉപദേഷ്ടാവായി ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്നും ദൈവം യേശുവിനോട് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെയും ചെയ്യുന്നതെന്നും നിക്കോദെമോസ് യേശുവിനോട് പറഞ്ഞു. ഇദ്ദേഹം പരീശന്മാരുടെ കൂട്ടത്തിലൊരു പ്രമാണിയും ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവുമായിരുന്നു. ഇവിടെ നമ്മൾക്ക് 2 ഉപദേഷ്ടാക്കന്മാരെ കാണുവാനായിട്ട് കഴിയും. ഒന്ന് യേശുവും മറ്റൊന്ന് യേശു ദൈവത്തിൻ്റെ ഉപദേഷ്ടാവായിട്ടും ഈ പള്ളിപ്രമാണിയായിട്ടിരിക്കുന്ന നിക്കോദെമോസ് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിട്ടുമാണ് കാണുന്നത്. സകലരും മാതൃകയാക്കേണ്ട വ്യക്തിത്വമുള്ള പരീശ പ്രമാണി എന്ന ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ കുറവ് സ്വയം മനസ്സിലാക്കിയിട്ടാണ് രാത്രിയിൽ അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ ചെന്നത്. ഈ പദവികളൊന്നും ദൈവരാജ്യം കാണുവാൻ പോലും മതിയാകുന്നതല്ല എന്ന് യേശു വ്യക്തമാക്കി. ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി ജനിക്കണമെന്നായിരുന്നു യേശുവിൻ്റെ മറുപടി. ക്രിസ്തു ഒഴികെ സകല മനുഷ്യരും തങ്ങളുടെ ആന്തരിക സ്വഭാവത്താൽ പാപികളും ദൈവത്തെ പ്രസാദിപ്പിക്കാനോ അനുസരിക്കാനോ കഴിയാത്തവരുമാണ്. യേശുവിന് നിക്കോദെമോസ് ആരെന്നും എന്ത് ചെയ്യുന്നുവെന്നും അറിയാമായിരുന്നതിനാൽ ആണ് വീണ്ടും ജനനം പ്രാപിക്കാത്ത കുറവിനെ ഉണർത്തിച്ചത്. അവൻ ചെയ്തതൊന്നും സ്വർഗരാജ്യം കാണാൻ പോലും പറ്റുന്നതല്ലായിരുന്നു എന്ന് യേശു പറഞ്ഞു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട സത്യം ക്രൈസ്തവ വേലയോ സ്ഥാനമാനങ്ങളോ പുതുജനനമാകില്ല എന്നതാണ്. ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. പാപം അവനിലെ മനുഷ്യത്വവും ദൈവിക സ്വഭാവവും തേജസ്സും നശിപ്പിച്ചതിനാൽ ദൈവവുമായുള്ള ബന്ധം അവന് ഇല്ലാതെയായി. ആത്മീയ മരണം സംഭവിച്ചു. ഈ ആത്മീയ മരണത്തിൽ നിന്നുള്ള പുനരുത്ഥാനമാണ് വീണ്ടും ജനനം അല്ലെങ്കിൽ പുതുജനനം. അത് പരിശുദ്ധാത്മ സ്നാനത്തിലൂടെ ലഭിക്കുന്ന രൂപാന്തരമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ വചനം ഒരു വിത്തായി ഹൃദയത്തിൽ പതിക്കുകയും അത് ജീവനുള്ള വചനമായതിനാൽ അതിന്മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ മനുഷ്യനിൽ ഒരു ജനനം സംഭവിക്കുകയും ചെയ്യുന്നു. ജഡികനെ ആത്മീയനാക്കുന്ന പ്രക്രിയ കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ നടക്കുന്ന പുതുജനനമാണത്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത് എന്ന് ആണ് യേശു പറഞ്ഞത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വീശുന്നത് പോലെയാണ് ആത്മാവിൻ്റെ പ്രവൃത്തിയും. ശൂന്യതയിലേക്ക് മർദ്ദത്താൽ കാറ്റ് പോകുന്നത് പോലെ നാം ശൂന്യമാകുമ്പോൾ നമ്മിലേക്ക് ആത്മാവ് ആവസിക്കും. നമ്മിലെ നാം എന്ന സ്വയത്തെ ശൂന്യമാക്കണം. കപടഭക്തിയിൽ ചെയ്യുന്ന സകലതും ഹൃദയങ്ങളെ അറിയുന്നവൻ കാണുന്നു. അവരിലുള്ള സ്വയ ഇച്ഛകൾ ഒരിക്കലും മരിച്ചിട്ടില്ല. സ്വയത്തിൽ പ്രശംസിക്കുന്നവരിൽ ഒരിക്കലും ആത്മാവ് വസിക്കുകയുമില്ല. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ യേശു മാതൃകയായി ജനിച്ചു നിൽക്കുന്ന വ്യക്തിയാണ് ഇവിടെ. യേശു പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവനായിരുന്നിട്ടും യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് ദൈവനീതി നിവർത്തിച്ചു. യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുന്നതുവരെയും താൻ അത്ഭുതങ്ങൾ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. 33-ാം വയസ്സിൽ ജലത്തിൽ സ്നാനമേറ്റ് കയറിയ യേശുവിന് പരിശുദ്ധാത്മ സ്നാനം പ്രാവെന്ന രൂപത്തിൽ അവന്മേൽ വന്നു. ജലത്താലും ആത്മാവിനാലും സ്നാനമേറ്റ വ്യക്തിയായ യേശു ഭൂമിയിലിരുന്ന് നിക്കോദെമോസിനോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. നീ പറഞ്ഞത് സത്യമാണ്. ഞാൻ ഇറങ്ങി വന്നവനും സ്വർഗത്തിലിരിക്കുന്നവനുമാണ്. നിങ്ങളെ സ്വർഗത്തിലിരുത്തുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഈ സംഭാഷണത്തിലൂടെ യേശു നിക്കോദെമോസിന് മനസ്സിലാക്കി കൊടുത്തത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശയുടെ കാലത്ത് പാപം ചെയ്ത ജനം മരണത്തിൽപ്പെട്ടത് സർപ്പത്തിൻ്റെ കടിയേറ്റാണ്. യഹോവ അയച്ച സർപ്പത്തെ കണ്ട് ജനം ഭയപ്പെട്ട് മോശയോട് നിലവിളിക്കുകയും മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം മോശയ്ക്ക് കൊടുത്ത മറുപടി താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കെട്ടിത്തൂക്കുക. സർപ്പത്തിൻ്റെ കടിയേറ്റ് വരുന്നവൻ മരിക്കാതിരിക്കാൻ ഈ ജീവനില്ലാത്ത കെട്ടിത്തൂക്കിയ സർപ്പത്തിൽ നോക്കിയാൽ മതി എന്നാണ്. പാപം ചെയ്ത ജനം മരണത്തിൽ നിന്നും അന്ന് വിടുതൽ പ്രാപിച്ചു. അതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്നും
അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനവും നിത്യജീവനും പ്രാപിക്കും എന്നും അവൻ ന്യായവിധിയിൽ അകപ്പെടുകയില്ല എന്നുമാണ് യേശു പറഞ്ഞത്. ഇന്ന് പാപപരിഹാരത്തിന് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ: യേശുവിൽ വിശ്വസിക്കുക. ജനത്തിൻ്റെ പാപപരിഹാരത്തിനായി യേശു ക്രൂശിൽ മരിച്ചുവെന്ന് വിശ്വസിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് മരിച്ച യേശു എൻ്റെ പാപത്തിന് പരിഹാരമാകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ചിലർ രക്തച്ചൊരിച്ചിൽ നടത്തിയത് കൊണ്ടാണ് എന്ന് ചിന്തിച്ചപ്പോൾ ഇതും വാസ്തവം തന്നെയെന്ന് മനസ്സിലായി. ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ എനിക്ക് പാപമോചനം ലഭിച്ചു. അതിമഹത്തായ ഒരു സന്തോഷവാർത്തയാണ് എൻ്റെ പാപം ക്ഷമിച്ചു തന്നു എന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. എത്ര വലിയ സന്തോഷമാണത് എന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക് അറിയാം. ക്രിസ്തു തനിക്ക് വേണ്ടി മരിച്ചതിനോടുള്ള വിശ്വാസിയുടെ പ്രതികരണമാണ് സ്നാനം. സ്വന്തം പാപപ്രവൃത്തിയെയും അസാന്മാർഗികത്വത്തെയും ഈ ലോകമോഹങ്ങളെയും ഉപേക്ഷിക്കുന്നുവെന്നും അതിനെ കുഴിച്ചിടുന്നുവെന്നും ക്രിസ്തുവിനും അവൻ്റെ രാജ്യത്തിനും വേണ്ടി കലവറയില്ലാതെ സ്വയം സമർപ്പിക്കുന്നുവെന്നുമുള്ളതിൻ്റെ തെളിവാണ് സ്നാനം. കർത്താവായ യേശു എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി മാത്രമേ ജ്ഞാനസ്നാനത്തിലൂടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ട് പുതിയ സൃഷ്ടിയായി ക്രിസ്തുവിനെ ധരിക്കാവൂ. ഇല്ല എങ്കിൽ ജീവനുള്ളവരെ കുഴിച്ചിടുന്നതിന് തുല്യമാണ്. കാരണം ആ വ്യക്തിയിലെ ഞാനെന്ന പാപം മരിച്ചിട്ടില്ല. ജീവനുള്ളവരെ കുഴിച്ചിടുന്നത് പാപമാണ്. സ്നാനത്തിലൂടെ നാം യേശുവിനോട് ചേരുകയാണ്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. 1 കൊരിന്ത്യർ 6:17 സ്നാനമേറ്റവർ അവൻ്റെ മരണത്തിൽ പങ്കാളിയാകുന്നുവെന്ന് കാണാം. റോമർ 6:3 പറയുന്നു, യേശുവിൻ്റെ മരണത്തിലൂടെ നേടിയെടുത്തതിൻ്റെ പങ്ക് അവർക്ക് ലഭിക്കുന്നുവെന്ന്. യേശുവിൻ്റെ മരണത്തിലൂടെ സാത്താൻ്റെ തലയെ തകർത്തു. അങ്ങനെ സാത്താൻ്റെ മേൽ അധികാരവും മരിച്ചുയർത്തെഴുന്നേറ്റതുപോലെ നമുക്കും ഒരു ഉയർപ്പും. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കുകയും ക്രിസ്തുവിനോടുകൂടെ മരിച്ച നാം ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുകയും ചെയ്യും. അവൻ സ്വർഗീയ പൗരനും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനുമാണ്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് വീണ്ടും ജനനം പ്രാപിച്ചവൻ്റെ ഉള്ളിൽ തിരികെ തരുന്നത്. പുനരുത്ഥാനത്തിൻ്റെ ആത്മാവ്. വീണ്ടും ജനിച്ച വ്യക്തി സ്വയത്തെ ത്യജിച്ചവനും പാപസംബന്ധമായി മരിച്ചവനുമാണെന്നുള്ള ബോധം ഉള്ളവനുമാണ്. ഈ ബോധമുള്ള വ്യക്തികളെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിച്ചാലും അവർ പ്രതികരിക്കില്ല. കാരണം അവരിലെ ജഡികൻ മരിച്ചതിനാലാണ്. ഡെഡ് ബോഡിയിൽ ഉപദ്രവിച്ചാൽ പ്രതികരിക്കാത്തതുപോലെ അവർ പ്രതികരിക്കത്തില്ല. അവർ പാപം ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഉയരത്തിലുള്ളത് മാത്രം അന്ന് അവർ ചിന്തിക്കും. ഈ ലോക ചിന്തകൾ മാറിപ്പോകും. പാപത്താൽ നഷ്ടപ്പെട്ട ദൈവ തേജസ് അവനിൽ വീണ്ടും വ്യാപരിക്കും. എത്ര വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്നവരുമാകും. നമ്മുടെ ജ്യേഷ്ഠ സഹോദരനും ശ്രേഷ്ഠ ഗുരുവും ദൈവത്തിൻ്റെ ആദ്യജാതനും പ്രിയപുത്രനുമായ യേശുക്രിസ്തു സ്നാനത്തിൻ്റെ നല്ല മാതൃക നമുക്ക് കാണിച്ചു തന്ന് നമ്മെ ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളുമാക്കേണ്ടതിന് കാത്തിരിക്കുന്നു. അവൻ്റെ മരണാടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ നാം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്വർഗത്തിലിരുത്തുവാൻ ക്ഷണിക്കുന്നു. യേശു പുതുജനനത്തെക്കുറിച്ച് പറയുകയും ആ പുതുജന്മം പ്രാപിക്കുകയും അത് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം 22 വാക്യത്തിൽ, അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്നു അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. അത് കണ്ടിട്ട് പലരും യോഹന്നാൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ആയിട്ട് 3:26 വായിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യും മുമ്പേ ശിഷ്യന്മാർക്ക് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കൊടുത്ത ശേഷം സ്നാനം കഴിപ്പിക്കുവാൻ പറഞ്ഞതായി മത്തായി എഴുതിയ സുവിശേഷം 28:18 കാണുന്നു. പ്രിയരെ, മതത്തിൽ ചേരുവാനല്ല നാം വീണ്ടും ജനനം പ്രാപിക്കേണ്ടതും സ്നാനമേൽക്കേണ്ടതും. മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ അധികാരത്തിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യജീവൻ കൈവരിക്കുവാനാണ് നാം ഇത് ചെയ്യേണ്ടത്. ഇന്ന് ഭൂമിയിൽ ജനിച്ച് മരിച്ച് ഇന്നും ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ആ വ്യക്തിയുടെ വാക്കനുസരിക്കുമെങ്കിൽ നമുക്ക് നിത്യജീവന് അവകാശിയാകുവാൻ കഴിയും.
ദൈവം അതിനായി നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ആ നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.